ഹലോ മക്കളെ, എല്ലാവർക്കും റാത്ത് തന്നെയല്ലേ? ദീദി പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദീദി വന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോള കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. നമ്മളെ കയ്യിൽ എന്തെല്ലാം സാധനമുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ പോള ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് മൈദയും കുറച്ച് മുട്ടയും കുറച്ച് ചിക്കൻ. ഇപ്പോൾ ചിക്കനില്ല, ബീഫ് വേണമെങ്കിൽ എടുക്കുക. ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ മുട്ട വേണമെങ്കിൽ എടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ചിക്കൻ്റെയാണ് ഉണ്ടാക്കുന്നത്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വലിയ 4 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിന്. പിന്നെ ഒരു ചെറിയ ചെറിയ മുട്ട കിട്ടലുണ്ട്. അങ്ങനത്തെ മുട്ടയെങ്കിൽ 5 മുട്ട വേണം. പിന്നെ ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്ത്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ അപ്പക്കാരം, 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് റിഫൈൻഡ് ഓയിൽ, 2 കപ്പ് മൈദ. ഇത്രയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കണം. ഇത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മിക്സാക്കിയിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ അപ്പക്കാരം എന്ന് പറഞ്ഞിട്ട് അറിയാത്ത ആൾക്ക് ബേക്കിംഗ് സോഡ, അതാണ് അപ്പക്കാരം. ഇപ്പം നല്ല പോലെ ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ബാറ്റർ കുറച്ച് കട്ടിയുണ്ട്. ഇനിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ പാതി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഫുള്ള് ഒഴിച്ചു കൊടുക്കണ്ട, പാതി ബാറ്റർ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിക്കുമ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവും. പിന്നെ ഇതിലേക്കുള്ള മസാല നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുണ്ട് അങ്ങനെ ആക്കിയിട്ട് എടുക്കുക. ഞാൻ കോഴിൻ്റെ മസാല എടുത്തിന് 1/2 കിലോ നീരുള്ളി നല്ലപോലെ വഴറ്റിയിട്ട് എടുത്തിട്ടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും, 1 ടീസ്പൂണ് പെപ്പർ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, നല്ലോണം വഴറ്റിയിട്ടായിട്ട് കുറച്ച് മല്ലിച്ചപ്പലിയും നല്ല വേവിച്ച് വെച്ച കോഴി ഉണ്ടല്ലോ അതെല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല പോലെ ഡ്രൈ ആക്കിയിട്ട് എടുത്ത ഒരു മസാലയാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തത്. പിന്നെ അതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ മസാല ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ട് അങ്ങനെ ആക്കിയിട്ട് ഇടുക. അതിനൊന്നും വലിയ കണക്കൊന്നുമില്ല. അപ്പോൾ ഈ പോളൊക്കെ തെറ്റിപ്പോകുന്നത് എന്താണെന്നെങ്കിൽ ഈ മൈദയും മുട്ട അടിച്ചെടുക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് മാത്രം. അപ്പോൾ അതാണ് ഞാൻ കറക്റ്റ് പറഞ്ഞത്. പിന്നെ എല്ലാം കൂടിയാകുമ്പോൾ വീഡിയോ കുറേ നീളമായിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ബേനയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാല ഉണ്ടാക്കുന്ന പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല ഉണ്ടായിക്കോ. ഇനി ഞാൻ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് പാതി ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ആദ്യത്തെ പാതി മുന്നേ ഒഴിച്ചു കൊടുത്ത് ഇനി ബാക്കിയുള്ളതുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ മുകളിൽ ഡെക്കറേഷൻ ആക്കാൻ വേണ്ടിയിട്ട് തക്കാളി, ക്യാപ്സിക്കം, ഉള്ളി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വെച്ചിട്ട് കൊടുക്കാം. പോളൻ്റെ പാന് ഡയറക്റ്റ് തീയിലേക്ക് വെക്കാൻ കഴിയും. അടിയിലൊരു പാന് നല്ലപോലെ ചൂടാക്കിയിട്ട് എടുത്ത് നല്ല പങ്ങൽ 5 മിനിറ്റ് ചൂടാക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ മീത്തേക്കാണ് ഈ പോളൻ്റെ പാന് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടായിട്ട് നമുക്ക് എന്താക്കാം, ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ കുക്കാവും. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ മുകളിൽ നോക്കണം. മുകളിലെല്ലാം നല്ല പാകം കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ തക്കാളി, ക്യാപ്സിക്കം നിങ്ങൾക്ക് എന്ത് വേണം അതെല്ലാം വെച്ച് കൊടുക്കുക. അത് അങ്ങനെ വട്ടത്തിൽ മുറിച്ച് കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടായിട്ട് അതിൻ്റെ മുകളിലേക്ക് എന്താക്കി കുറച്ച് ചിക്കൻ്റെ മസാല വെച്ച് കൊടുത്തിന്. അതൊരു കാണാൻ ഭംഗിക്ക്, കഴിക്കാൻ ടേസ്റ്റ് അല്ല, ഇത് മീൻ കാണാൻ ഭംഗിയാണ്. പിന്നെ കോഴി 1/2 കിലോ കോഴി എടുക്കണം. ഇതിലേക്ക് നല്ലോണം കോഴി ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല ടേസ്റ്റ്. ഒരു ചെറിയ കുടുംബത്തിനെല്ലാം ഇത്ര വലിയ പോളയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം പാതി അളവെടുത്തിട്ട് നമുക്ക് ചെറിയൊരു പോള ഉണ്ടാക്കാം. അത് മതിയാവും. ഇത് നല്ല കട്ടിക്കുള്ള പോളയാണ്. ഇപ്പോൾ 20 മിനിറ്റായി. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ടായിട്ട് അതിൻ്റെ അടിഭാഗവും ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്നും ഇങ്ങനെ ഒരു കായ്ച്ചിട്ടെടുത്താൽ മതി. കുറേ കായൊന്നും വേണ്ട, കാണാനൊരു ഭംഗിക്കെല്ലാം വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റുള്ളൊരു പോള നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അളവിൽ എന്തെങ്കിലും വ്യത്യാസമെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ മതി, ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കോഴിൻ്റെ കറി വെക്കുന്ന സമയത്ത് കുറച്ച് കോഴി എടുത്ത് വെച്ചിട്ട് മസാലയാക്കിയിട്ട് ഇതിങ്ങനത്തെ ഒരു അപ്പം ചുട്ട് കൊടുത്തെങ്കിൽ നോമ്പിന് വേറെ എന്തും വേണ്ട മക്കളെ. കുറച്ച് ജ്യൂസാ സർവത്ത് അതിൽ നിന്നൊരു കണ്ട അപ്പം ഉണ്ടെങ്കിൽ നല്ല പാങ്കൽ നോമ്പ് ഓർക്കാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ കേൾക്കാനൊരു ബനയുണ്ടെങ്കിൽ എല്ലാം എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. ഇനി വീഡിയോ വലുതായി പോകുന്ന ആ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മനസ്സിലാവാത്തതുണ്ടാ എല്ലാ കാര്യം എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഇനിയും പിന്നൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ജസാക്കല്ലാഹ് ഖൈർ.